Hello guys, welcome to my channel, my new channel, my vlog channel, main channel, no content guys, so posting on this channel. സോ ഗൈസ് നമ്മൾ ട്രിപ്പ് പോകാൻ പോവാണ്. ബാംഗ്ലൂർക്കാണ് നമ്മൾ പോകുന്നത്. അപ്പോൾ നമ്മൾ ഫ്ലൈറ്റിലാണ് പോകുന്നത്. അപ്പം ഒരു ചെറിയ വ്ളോഗ് എടുക്കാമെന്ന് വിചാരിച്ചു. ഇതിനു മുമ്പ് ഞാൻ ഫ്ലൈറ്റിൽ പോയിട്ടുണ്ട്. അതിന് പോയിട്ടുള്ള ഡൽഹിയിലായിരുന്നു. ആ ടൈമിലൊന്നും ഈ വ്ളോഗ് ചാനലില്ല. അപ്പം എന്തായാലും നമുക്ക് ബാംഗ്ലൂരിൽ പോയിട്ട് അവിടുത്തെ കണ്ടൻസും കാര്യങ്ങളും എല്ലാം കാണാം. ഇനിയിപ്പം നമ്മൾ നേരിട്ട് പോകാൻ പോകുന്ന എയർപോർട്ടിലോട്ടായിരിക്കും. ഇപ്പം എത്ര 1:20 ഫ്ലൈറ്റ്. ഇപ്പം വന്നിട്ട് സമയം 10:19. സോ ഒരു 11 മണിക്ക് എയർപോർട്ടിൽ എത്തണം. അതായത് ഒരു 2 മണിക്കൂർ മുമ്പേ എത്തണം എന്നുള്ള രീതിക്കാണ്. എത്ര നേരത്തെ എത്തുന്നോ അത്രയും നല്ലതാണ്. സോ ആ രീതിയിൽ നമ്മൾ എയർപോർട്ടിലോട്ട് പോകാൻ പോവാണ്. സോ ഇനി എയർപോർട്ടിൽ പോയിട്ടുള്ള കാഴ്ചകൾ നമുക്ക് കാണാം. സോ ഇത് കാണിക്കാൻ വന്നു. ഞാൻ കൂളിംഗ് ഗ്ലാസ് എടുക്കുന്നുണ്ട്. എൻ്റെ റേബാൻ ഗ്ലാസ് ഇത് എടുക്കുന്നുണ്ട്, ഗോൾഡൻ കളർ. സോ ഈ സംഭവം കാണുന്നുണ്ടോ, എന്താ ഗോൾഡ്. ഈ സംഭവം വെച്ചിട്ടാണ് പോകുന്നത്. ഇത് എയർപോർട്ട് വരെ എന്ന് വെച്ചാൽ എയർപോർട്ടിൽ പോയിട്ട് എന്താ പറയുക, നമ്മളെ പ്ലെയിൻ്റെ അകത്ത് കയറുന്ന വരെ വെറുതെ ഷോയ്ക്ക് വേണ്ടി വെച്ചിരിക്കുന്നത് മാത്രം. എനിക്ക് ഒരുപാട് നേരം സൺഗ്ലാസ് വെച്ച് ഞാൻ സ്പെക്ടക്കിൾസ് വയ്ക്കുന്ന ഒരാളാണ്. അപ്പം എനിക്ക് കണ്ണത്ര ശരിയാവില്ല. അപ്പം എയർപോർട്ടിൽ ചെന്ന് ഫ്ലൈറ്റ് കയറുന്നിരിക്കുന്നത് വരെ ഉള്ളൂ ഈ ഒരു ഇതിൻ്റെ കാലാവധി. പിന്നെ അവിടെ പോയിട്ട് ബാംഗ്ലൂർക്ക് ഇറങ്ങുമ്പോഴേക്ക് ജസ്റ്റ് ഷോ കാണിക്കാൻ വേണ്ടി വയ്ക്കുന്നു. അപ്പം നേരത്തെ പറഞ്ഞതാണ്. നമുക്ക് എയർപോർട്ടിൽ പോയി കാണാം. സോ ഗൈസ് നമ്മൾ എയർപോർട്ടിലെത്തി. ഇപ്പം എത്തി. ഇനി ചെക്കിൻ ചെയ്തിട്ട് സെക്യൂരിറ്റി ഇതെല്ലാം കഴിഞ്ഞിട്ട് ഞാൻ ബോർഡ് ചെയ്യുമ്പോൾ സമയത്ത് കാണിച്ചു തരാം. അല്ലെങ്കിൽ ഇവിടെ തന്നെ കാണാനില്ല, ഒന്നും കാണാനില്ലെന്നാണ് എൻ്റെ ഒരു ഇത്. എയർപോർട്ടിൻ്റെ അകമൊക്കെ ഞാൻ ചെറുതായിട്ടൊന്ന് കാണിച്ചു തരാം. അതൊക്കെ മിക്കവാറും വോയിസ് ഓവർ ആയിരിക്കും, കാരണം ഇത്രയും പേരെ മുമ്പിൽ വ്ളോഗിന് ചെറിയ ഇതുണ്ട്. അപ്പം നമുക്ക് പോവാം. നമ്മൾ എയർപോർട്ടിനകത്തെത്തി. ഇവിടെ നീണ്ട ക്യൂ ആണ്. നമ്മളവിടെ എത്തി. ഇനി കുറച്ച് പോയിട്ട് പോകാം. ഓക്കെ. സോ ഗൈസ് വെറുതെ ഒരു പണിയില്ലാത്തതുകൊണ്ട് എയർപോർട്ടിൻ്റെ അകമൊക്കെ ചുറ്റിക്കറങ്ങി നമ്മളെ സെക്യൂരിറ്റി ബാഗേജ് ചെക്കിൻ്റെ അവിടെ നിന്ന് ചുമ്മാ ഷോർട്ട്സ് എടുത്തെന്ന് മാത്രം. നമ്മൾ എയർപോർട്ടിലെത്തി. നമ്മൾ സെക്യൂരിറ്റി ചെക്കിങ്, നമ്മൾ ബോർഡിംഗ് പാസ് എത്തി. അതെല്ലാം കഴിഞ്ഞ് ഇനി നമുക്ക് ബോർഡ് ചെയ്യണം. ഇവിടെ എല്ലാവരും വെയിറ്റ് ചെയ്യാണ്. നമ്മൾ 3rd ഗേറ്റാണ്. അപ്പോൾ ഇവിടെയാണ് നമ്മൾ നിൽക്കുന്നത്. ഇവിടെ ലോഞ്ചുണ്ട്. അല്ലാണ്ട് അങ്ങോട്ടേക്ക് ഇനി അവിടെ ചെന്നിട്ട് നമുക്ക് കാണാം. നമുക്കിനി പ്ലെയിനിൽ കയറി ബോർഡിങ്ങിൻ്റെ സമയത്ത് ഞാൻ നമുക്കിത് കാണിച്ചു തരാം. വെള്ളം തയ്ച്ചിട്ട് കുപ്പിവെള്ളം മേടിച്ച് ഒരു കുപ്പിവെള്ളത്തിന് 110 രൂപ. എന്ത് സാധനമാണ് ഇതിലുള്ളതെന്ന് എനിക്കറിയത്തില്ല. അത് ബോർഡിങ്ങിൻ്റെ ഞാൻ അടുത്ത് കാണിക്കണമെന്ന് വിചാരിച്ചു. പക്ഷേ വെള്ളം 110 രൂപയായി. എൻ്റെ പൊന്നോ. ഫ്ലൈറ്റിൽ കയറിയിരിക്കുകയാണ്. അവിടെ പുക പോകുന്നു. സോ നമ്മൾ ഫ്ലൈറ്റ് കയറിയിരിക്കുകയാണ്. ഇനി ഫ്ലൈറ്റ് ടേക്ക് ഓഫ് ചെയ്തിട്ട് ഞാൻ കാണിച്ചിട്ടാണ്. നല്ല ഷോർട്ടായിട്ട് എടുക്കാം. അപ്പം അങ്ങനെ എടുക്കാം. ബ്രിഡ്ജില്ല എന്നുള്ള വിഷമമുണ്ടാണ്. എയറോ ബ്രിഡ്ജ് ഒരു ബാംഗ്ലൂർ എയർപോർട്ട് വന്ന് വിസിറ്റിരിക്കുകയാണ്.
സോ ഗൈസ് നമ്മളിപ്പോൾ ബാംഗ്ലൂർ എത്തിയിരിക്കുകയാണ് ഫൈനലി. ഇപ്പോൾ സമയം 2:38 ഉച്ചയ്ക്ക്. ഒരുപാട് നല്ല വിശപ്പുണ്ട്. ഇപ്പോൾ എയർപോർട്ടിൽ കയറി കഴിക്കണം. വിലയൊന്നും ഞാൻ നോക്കില്ല, എന്തെങ്കിലും കഴിക്കണം അത്യാവശ്യമായിട്ട്. അപ്പോൾ ഞാൻ കഴിക്കുന്ന കാണിച്ചു തരാം. ഓക്കെ ഗൈസ്. എയർപോർട്ട് നൈസ്. ഇത് T2 ഞാൻ യൂട്യൂബിൽ ഷോർട്സിലൊക്കെ കണ്ടിട്ടുണ്ട്, ടെർമിനൽ 2. പക്ഷേ നമ്മൾ വന്നിരിക്കുന്നത് ടെർമിനൽ 1 ആണ്. നമ്മൾ തിരുവനന്തപുരത്ത് നിന്ന് വന്നത് ടെർമിനൽ 1 തന്നെയാണ്. അല്ല, ടെർമിനൽ 1 ആണ് ഡൊമസ്റ്റിക്. ഒരു ചെല്ലുമ്പോൾ തന്നെ അവിടെ ഒരു പടമല്ല, മ്യൂറൽ പെയിൻറ്റിങ് അവിടെ വെച്ചിട്ടുണ്ട്. അടുത്ത് കൊണ്ട് കാണിച്ചത് സീൻ ഗൈസ്. ഒരു രക്ഷയില്ലാത്ത ഒഴിവാണ്. പ്ലെയിനൊക്കെ ഇവിടെ ഇട്ടിരിക്കുന്നു. ഓഹോ, അടിപൊളി. ആൻഡ് ഇവിടെ കൂടെയാണ് പോകണമെന്ന് തോന്നുന്നു. ആൻഡ് കല്ലിൽ കൊത്തിയ സംഭവങ്ങൾ. ആൻഡ് ഇതാണ് ഞാൻ പറഞ്ഞ ആ ഇത് പെയിൻറ്റിങ്. നമ്മളങ്ങനെ ബാംഗ്ലൂർ എത്തിയിരിക്കുകയാണ്. വെൽക്കം ടു ബംഗളൂരു എന്ന് പറഞ്ഞെടുത്ത്. ബംഗളൂരു തന്നെയാണ് കംഫർട്ടബിൾ പറയാൻ. നമുക്ക് നമ്മളെ ബാഗേജ് പോയി റീക്ലെയിം ചെയ്യണം, ലഗേജ്. അതിനു വേണ്ടി പോവുകയാണ്. എനിക്ക് ഒടുക്കത്തെ വിശപ്പ് സഹിക്കാൻ പറ്റില്ല. അപ്പോൾ ഗൈസ് ഇനി കഴിക്കുമ്പോഴാണ് കാണാം. സോ ഗൈസ്, വിശപ്പ് സഹിക്കാതെ ഞാൻ സബ്വേ പോയി ഒരു സബ്വേ വാങ്ങിച്ച് കഴിച്ചു. അതാണ് നിങ്ങളിപ്പോൾ കാണുന്നത്. സോ ഗൈസ്, നമ്മൾ എയർപോർട്ടിൻ്റെ ഇവിടെ ഇറങ്ങി. ഇവിടെ നമ്മൾ ബസ്സിന് വേണ്ടി കാത്തിരിക്കുകയാണ്. മെജസ്റ്റിക്കിലോട്ട് പോകാനുള്ള ഫീഡർ ബസ് അങ്ങോട്ട് പോവുകയാണ്. അപ്പം ബസ്സിൽ കയറിയിട്ട് ഞാൻ ബാക്കി കാണിച്ചിട്ടാണ്. Traveling near the speed of light do decay more slowly than stationary particles. As strange and counterintuitive as it seems, time dilation is a law of nature. So guys, നമ്മൾ എന്താ പറയുക, ചർച്ച് സ്ട്രീറ്റിലോട്ട് പോകാൻ പോവാണ്. അതിന് നമ്മൾ മെട്രോയിലോട്ട് പോകാൻ പോവാണ് ഗൈസ്. ഗൈസ്, അങ്ങനെ നമ്മൾ ബാംഗ്ലൂർ മെട്രോയുടെ ഇതിൽ വന്നിരിക്കുകയാണ്. മുടി സെറ്റാണുള്ള ഞാൻ ചുറ്റും കാണിച്ചു തരാം. ബാംഗ്ലൂർ മെട്രോയിലൊരു ഓവർവ്യൂ. നമ്മൾ കയറി വരുന്ന സ്ഥലം എത്രത്തോളം എനിക്ക് ഷൂട്ട് ചെയ്യാൻ പറ്റുമെന്ന് പറഞ്ഞോളാം. എനിക്ക് നല്ല മാക്സിമം കാണിച്ചു തരാം. ഗൈസ്, നമ്മുടെ മെട്രോ, ഹിയർസ് ദ മെട്രോ. ഇവിടെ കൊണ്ട് ഗൈസ്, ഇതിൽ കയറാൻ പറ്റുമെന്ന് അറിഞ്ഞൂടാ. ഇതിൽ കയറിയില്ലെങ്കിൽ അടുത്തതിൽ കയറും. ധൃതി ഒന്നുമില്ല ഗൈസ്. ഇതാണ് മെട്രോ. ഗൈസ്, നമ്മളങ്ങനെ ചർച്ച് സ്ട്രീറ്റ് എത്തിക്കുകയാണ്. ഒടുക്കത്തെ തിരക്ക്. നമുക്ക് ഇങ്ങനെ പോകാം. ഓക്കെ ഗൈസ്, ഇത് ബേസിക്കലി ഒരു ചാല വരെയാണ്. മൊത്തം ഇങ്ങനെ കടകൾ, ബ്രാൻഡഡ് കടകൾ ഇങ്ങനെയുള്ള അത്. പക്ഷെ ഞാൻ ഇവിടെ വന്നത് വേറൊരു സംഭവത്തിനാണ്. സംഭവം എന്ന് പറയുന്നത് ദ എൻ്റർടൈൻമെൻറ്റ് സ്റ്റോർ എന്ന് പറഞ്ഞ് ഒരു മാർവൽ, DC അതിലെല്ലാവരും പോപ്പ് കൾച്ചർ എല്ലാം ഉള്ള ഒരു കടയുണ്ട്. അങ്ങോട്ടാണ് ഞാൻ പോകുന്നത്. ബേസിക്കലി വേറൊരു സ്ഥലത്തോടൊന്നും ഞാൻ പോകുന്നില്ല. അപ്പോൾ നമുക്ക് അവിടെ പോകാം. കൂടുതൽ കാഴ്ചയൊന്നും ഞാൻ കാണിക്കില്ല. കുറേ ബ്രാൻഡഡ് കടകളുണ്ട്, അത്രേ ഉള്ളൂ. എനിക്ക് വലുതായിട്ടൊന്നും തോന്നിയില്ല. സോ ഗൈസ്, ഇതാണ് ഞാൻ പറഞ്ഞ കട, എൻ്റർടൈൻമെൻറ്റ് സ്റ്റോർ. ഇവിടെ വന്ന് ലൊക്കേഷൻ ചോദിച്ച് കടയെ വിളിച്ചപ്പോൾ യുവന്മാരി അത്യാവശ്യം ചെറുതായിട്ട് ഇത് അമ്മമാർക്ക് എത്ര ഇറിറ്റേറ്റ് ആയിട്ട് തുടങ്ങി. ഇന്നലെ അമ്മമാർക്ക് അങ്ങനെ ഇറിറ്റേറ്റ് ആകാൻ പാടുണ്ടോ? അവർ ചെറുതായിട്ട് ഇറിറ്റേറ്റ് ആയിട്ട് വോഡഫോൺ ഓഫീസ് അവിടെ എന്ന് ചോദിച്ച് വരാൻ പറഞ്ഞു. എന്തായാലും നമുക്ക് കയറി നോക്കാം. നമ്മളൊന്ന് ഇൻസൾട്ട് ചെയ്ത് തരാൻ നമുക്കൊന്ന് പോയി നോക്കാം അവിടെ എന്തുണ്ടെന്ന് അറിയാമല്ലോ. ഓക്കെ, ഇതാണ് ഇവിടുത്തെ മർച്ചൻഡൈസ് സംഭവങ്ങളാണ് ഇവിടുത്തെ ഉള്ളത്. എങ്ങനെ നമുക്ക് നോക്കാം. ഇഷ്ടപ്പെട്ടിട്ട് വരുന്നുണ്ടെങ്കിൽ വാങ്ങിക്കാം. മൊത്തത്തിൽ ഇവിടെ മറ്റേ ഫംഗോ പോപ്സ്, ഹാരി പോട്ടറിൻ്റെ 3 ആൻഡ് ഇവിടെ ഒരു ബാറ്റ്മാൻ്റെ ഫിഗറുണ്ട്. ഇത് അവിടെ നിന്ന് ഇറങ്ങി. അവിടെ പ്രത്യേകിച്ചൊന്നുമില്ല. താഴെ കുറച്ച് ടീഷർട്ടും ഭയങ്കര വിലയുള്ള ഹോട്ട് വീൽസും ഫംഗോ പോപ്സും. ഫംഗോ പോപ്പിൻ്റെ ഒന്നും ഒറിജിനൽ വിലയില്ല, കൂട്ടിയിട്ട് ചെയ്യണം. പിന്നെ മുകളിൽ കുറച്ച് പടങ്ങൾ, അത്രയേ ഉള്ളൂ.
നോട്ട് വർത്ത് ഹൈപ്പ്, സ്ട്രിക്ട്ലി നോട്ട് വർത്ത് ഹൈപ്പ്. നിങ്ങളിവിടെ വരികയാണെങ്കിൽ ജസ്റ്റ് ചുമ്മാ ഒന്ന് വിസിറ്റ് ചെയ്തേക്കാം. ഞാൻ ഇവിടെ ഒരുപാട് യൂട്യൂബേഴ്സ് തള്ളി മറിച്ച് ഇവിടെ ഒരുപാട് സംഭവമുണ്ട്, അതാണ് ഇതാണെന്നൊക്കെ പറഞ്ഞു. പക്ഷേ ഇവിടെ ഒന്നുമേ ഇല്ല, വളരെ ഇത് കുറച്ചേ ഉള്ളൂ. ഞാൻ അവിടെ നിന്നൊരു ലോട്ടസ് ബിസ്കോഫിൻ്റെ ഒരു ഐസ്ക്രീം മേടിച്ച്, കൊള്ളാം, നല്ലതാണ്. ഒന്നും ഇവിടെ വന്നിട്ട് ഒന്നും മേടിച്ചില്ലെന്നല്ല, ഇത് മേടിച്ചു. പക്ഷെ ആ കടയിലെ കാര്യം, എനിക്ക് ആ കടയിലുള്ള വിദ്വേഷമൊന്നുമില്ല, പക്ഷെ അവർ സംസാരിച്ച രീതി അത് ശരിയല്ല. അതാണ് ഞാൻ പോയിൻ്റ് ഔട്ട് ചെയ്യുന്നത്. അത് ഞാൻ പറഞ്ഞ സത്യമാണ്. നിങ്ങൾക്ക് വേണമെങ്കിൽ ഒന്ന് നോക്കാം. ആ കടയിൽ പ്രത്യേകിച്ചൊന്നുമില്ല. യൂട്യൂബേഴ്സൊക്കെ വെറുതെ ഹൈപ്പ് കൊടുക്കുന്നതാണ്. ഞാൻ ഇപ്പോൾ ഒരു ഐസ് ടീ കുടിച്ചു, ലോട്ടസ് ബിസ്കോഫിൻ്റെ. അത് ഞാൻ നേരത്തെ കാണിച്ചു തന്നെ. അത് വെറും കിട്ടില്ലായിരുന്നു, 50 രൂപയുള്ളത്. ഇവിടെ മൊത്തം ബാറും പബ്ബും എല്ലാമാണ്. അല്ലാതെ കൊള്ളാം, നല്ലൊരു വൈബ് തന്നെയാണ്. ബേസിക്കലി നമ്മുടെ തിരുവനന്തപുരത്തുള്ള ചാല, പക്ഷേ അത് മോഡേൺ ബ്രാൻഡ്സ് ആണെന്ന് മാത്രം. അപ്പോൾ ഇന്നത്തെ ഈ ഒരു വ്ളോഗ് നമ്മളിവിടെ എൻഡ് ചെയ്യാണ്. ഐ മീൻ ബാംഗ്ലൂർ വ്ളോഗല്ല. ഇനി വരുന്ന ഡേയ്സിൻ്റെ സംഭവങ്ങളെല്ലാം ഈ വീഡിയോയിൽ തന്നെ വരുന്നതായിരിക്കും. ഈ ഒരു നൈറ്റിലെത്തത് നമുക്ക് തൽക്കാലം എൻഡ് ചെയ്യാണ് ഞാൻ. അപ്പോൾ ഗൈസ് നാളെ രാവിലെ കാണാം. ഗുഡ് മോർണിംഗ് ഗൈസ്. അങ്ങനെ നമ്മൾ രാമേശ്വരം കഫേയിലോട്ട് പോകാൻ വേണ്ടി പോവാണ്. ഇന്ദിരാനഗറിലുള്ള രാമേശ്വരം കഫേയിലോട്ടാണ് പോകുന്നത്. അവിടെ പോയി ദോശ ചെയ്യണം. ഞാൻ ബാംഗ്ലൂർ എന്തെങ്കിലും വരുമ്പം അവിടെ പോകണമെന്ന് വിചാരിച്ചാണ്. അപ്പോൾ അങ്ങോട്ട് പോകാൻ വേണ്ടി മെട്രോ കയറാൻ പോകണം. ഇപ്പം മെട്രോ സ്റ്റേഷൻ നിൽക്കുകയാണ്. ഇവിടെ കാണാം, ഒടുക്കത്തെ തിരക്കാണ് ഗൈസ്. എന്തായാലും മെട്രോ കയറിയിട്ട് ഞാൻ ഷൂട്ട് ചെയ്തില്ല, ഇന്നലെ കാണിച്ചു തന്നില്ലേ. അപ്പോൾ നമുക്ക് രാമേശ്വരം കഫേ പോയിട്ടായിരിക്കും ഞാൻ മിക്കവാറും കാണിച്ചു തരാം. അപ്പോൾ ഞാൻ പോയി ടിക്കറ്റ് എടുത്തിട്ട് വരാം. സോ ഗൈസ്, അങ്ങനെ ഒരു അരമണിക്കൂറോളം കാത്തിരുന്ന് നമ്മളെ ഓപ്പൺ ബട്ടർ മസാല ദോശ കഴിച്ചിട്ട് പറയാൻ. എന്നെ കഴിക്കുന്നതൊന്നും കാണിക്കുന്നില്ല, കാരണം എന്താ ഫുഡ് ബ്ലോഗർ ഒന്നുമില്ല. ബട്ടർ പൊടി മസാല സാമ്പാർ കഴിച്ചിട്ട് പറയാൻ കഴിച്ചു. 15 മിനിറ്റ് ക്യൂ നിന്നാ അതുപോലെ കിട്ടില്ല ദോശ. ഞാൻ ഓർഡർ ചെയ്തത് ഓപ്പൺ ബട്ടർ മസാല ദോശ. കിട്ടില്ല സാധനം. ഇവിടെ വന്ന് ഒരിക്കലും എൻ്റെ ഹൈപ്പ് തെറ്റിയിട്ടില്ല. എനിക്ക് നല്ല നെയ്യിൽ, ശുദ്ധമായ നെയ്യിലിട്ട് മുക്കിയ സംഭവം, മസാലയിൽ ക്യാരറ്റൊക്കെ ഇട്ട് കിടിലൻ സാമ്പാർ, ചട്നി എല്ലാം സൂപ്പറാണ്. എന്തായാലും എനിക്ക് ഈ ഓയിലി ഫുഡ്സ്, ഗീ ഒക്കെ ഇട്ട ഭയങ്കര ഫുഡ്സ് ഭയങ്കര ഇഷ്ടമാണ്. എപ്പോഴല്ല വല്ലപ്പോഴൊക്കെ കഴിക്കുന്നത് നല്ലതാണ്, ഓയിലും ഗീ ഒക്കെ. അപ്പം നമ്മൾ ഇനി പോകുന്നത് നെക്സ്റ്റ് എനിക്ക് പോകാൻ പ്ലാനുള്ളത്, ഞാൻ റീൽസിലൊക്കെ കണ്ടാണ്, നിങ്ങൾ കണ്ടു കാണാം. നമ്മളെ ബട്ടർ ഗുൾക്കണ്ട് കിട്ടുന്ന ഒരു വിൽസൺ ഗാർഡനിൽ വിജയലക്ഷ്മി സ്റ്റോർസ് ഉണ്ട്. അങ്ങോട്ടാണ് നമ്മളിനി പോകുന്നത്. ഈ ദോശ വെറും കിള്ളാണ് ഗൈസ്. നിങ്ങൾ ഇവിടെ രാമേശ്വരം കഫേ വേണമെങ്കിൽ മസ്റ്റ് ട്രൈ. അപ്പോൾ അവിടെ പോയിട്ട് കാണാം ഗൈസ്. സോ ഗൈസ്, അങ്ങനെ നമ്മൾ ബട്ടർ കുക്കറിൻ്റെ കിട്ടുന്ന കടയിൽ വന്നിരിക്കുകയാണ്. കാണിച്ചിട്ടാം. ഐസ്ക്രീം, പഴം ആൻഡ് ഇവിടെ സൈഡിൽ റോസ് പെറ്റൽസ് ഉണ്ട്. ഞാൻ കുറച്ച് കഴിച്ചു. ഇതാണ് സാധനം, അടിപൊളിയായിട്ടുണ്ട്. ഇവിടെ വരുമ്പോൾ മസ്റ്റായിട്ട് കഴിക്കണം. 80 രൂപയുള്ളൂ. ഐസ്ക്രീമും വയ്ക്കാം, ജാമിനും വയ്ക്കാം. ഞാൻ കാണിച്ചു തരാം. ഇതാണ് ഐസ്ക്രീം. ഇവിടെ ഈ ബ്രൗൺ സാധനമാണ് റോസ് പെറ്റൽസ്, പഴം, ഇവിടെ ബട്ടർ ഇതുണ്ട്. ഇതെല്ലാം മിക്സ് ചെയ്തിട്ട് കഴിക്കാം ഗൈസ്. കഴിച്ച് ഞാൻ മത്ത് പിടിച്ചിരിക്കുകയാണ്. കിട്ടുന്ന സാധനം എന്ന് പറഞ്ഞാൽ കിട്ടുന്ന സാധനം 80 രൂപയ്ക്ക് പത്താണ്. 80 രൂപ ഒരു ചീപ്പ് റൈസാണ്. നിങ്ങൾ വരുമ്പോൾ തീർച്ചയായിട്ടും ഇവിടെ കഴിക്കാൻ ഞാൻ കട കാണിച്ചു തരാം. എന്നിട്ട് വിൽസൺ ഗാർഡനിലുള്ള വിജയലക്ഷ്മി സ്റ്റോർസാണ് കാണാം. അപ്പോൾ നിങ്ങൾ വരുമ്പോൾ ജസ്റ്റ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. സോ ഗൈസ്, ദ വ്ളോഗ് ഈസ് ബാക്ക്. സോ നമ്മളിപ്പം കബൺ പാർക്കിലാണ്. കബൺ പാർക്ക് ഇവിടെ നിന്ന് നമ്മൾ എന്താ പറയുക, മെജസ്റ്റിക്കിൽ നിന്ന് ഐ മീൻ നമ്മൾ ലാൽബാഗ്, അതായത് മറ്റേ നമ്മൾ വിൽസൺ ഗാർഡൻ, അതായത് നമ്മുടെ വിജയലക്ഷ്മി സ്റ്റോർസിൽ ഐസ്ക്രീം കഴിക്കാൻ പോയ മറ്റേ ബട്ടർ ഉൾക്കണ്ട് കഴിക്കാൻ പോയ സ്ഥലത്ത് നിന്ന്, അതാണ് നിയറസ്റ്റ് മെട്രോ സ്റ്റേഷൻ ലാൽബാഗ്. ആ ലാൽബാഗിൽ നിന്ന് നമ്മൾ അതന്നെ നാദപ്രഭു, കെമ്പേഗൗഡ, മെജസ്റ്റിക് സ്റ്റേഷനിലോട്ട് ഇറങ്ങി അവിടെ നിന്ന് വേറൊരു പ്ലാറ്റ്ഫോമിൽ ഇറങ്ങിയിട്ട് ആണ് നമ്മളിവിടെ കബൺ പാർക്കിലോട്ട് വന്നത്. സോ ഞാൻ വ്യൂ കാണിച്ചു തരാം. ഇവിടെ ഞാൻ ഒരു നോട്ടീസ് കണ്ട്
ഫോട്ടോഗ്രാഫി വീഡിയോഗ്രാഫി ഒന്നും അത്ര പ്രോത്സാഹിപ്പിക്കുന്ന ഒരു സ്ഥലമല്ലെന്നാണ് ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളത്. അപ്പോൾ എന്തായാലും ഞാൻ ചെറുതായിട്ടൊരു വ്യൂ ഒക്കെ കാണിച്ചു തരാം. സോ ഗൈസ്, ഒടുക്കത്തെ വ്യൂ തന്നെയാണ്, എല്ലാതാണ്. പിന്നെ ബാംഗ്ലൂരാണ്, ഇവിടെ അതിൻ്റേതായ പലതും ഉണ്ടാകും. അതൊന്നും നമ്മൾ മൈൻഡ് ചെയ്യേണ്ട ആവശ്യമില്ല. നമ്മൾ നമ്മളെ കാര്യം നോക്കി മാനി വെച്ച് ബോൾഡായിട്ട് ജാടയും കാണിച്ച് നടക്കണം. അതാണ് എൻ്റെ ഒരു വഴി, അതാണ് ഞാൻ അങ്ങനെയാണ് ചെയ്യുന്നത് ഗൈസ്. അപ്പം ഞാൻ ഇങ്ങനെ മുഴുവക്കൂടെ അങ്ങനെ നടക്കുകയാണ്, പ്രത്യേകിച്ചൊന്നുമില്ലെന്ന് തോന്നുന്നു. അപ്പോൾ ഗൈസ് ഞാനിപ്പോൾ ഇവിടെ ഒരു മരത്തിൻ്റെ കീഴിലാണ് ഇരിക്കുന്നത്. കാണിച്ചിടാം. ഇവിടെ ഒരു മരത്തിൻ്റെ താഴെ ഇവിടെ ഇരിക്കുകയാണ് ഗൈസ്. അപ്പം ഇവിടെ നല്ല തണലുണ്ട്, കുഴപ്പമില്ല. അത്യാവശ്യം ശബ്ദമൊക്കെ കൊണ്ട് കേൾക്കുന്നുണ്ടെന്ന് എനിക്കറിയില്ല. നല്ല നൈസായിട്ടുള്ള വൈബാണ്. ആൾക്കാർ അവിടെ കിടക്കുന്നുണ്ട്, ഇരിക്കുന്നുണ്ട്, മറിയുന്നുണ്ട്, എല്ലാം ഉണ്ട്. പക്ഷേ മൊത്തത്തിൽ നല്ലൊരു വൈബാണ്. എനിക്ക് ബാംഗ്ലൂർ ഒരുപാട് സ്ഥലങ്ങൾ ഇഷ്ടപ്പെട്ടില്ല. പക്ഷേ എനിക്ക് മെയിനായിട്ട് ഇപ്പോൾ ഇഷ്ടപ്പെട്ട ഒരു സ്ഥലം എന്ന് പറഞ്ഞാൽ ആ കബേൺ പാർക്കാണ്. ഇനി നമുക്ക് മുമ്പോട്ട് പോയിട്ട് നോക്കാം. ഞാൻ കുറച്ച് നേരമായിട്ട് ഇവിടെ ഇരിക്കുകയാണ്. അപ്പോൾ നമുക്ക് മുമ്പോട്ടായിട്ട് കാഴ്ചകൾ കാണിച്ചത് ഇത് തന്നെയാണെന്നാണ് തോന്നുന്നത്. എൻ്റെ ഒരു റിസർച്ച് വെച്ച് ഞാൻ മനസ്സിലാക്കിയിടത്തോളം ഇവിടെ 200 ഏക്കറോളം നടക്കാനുള്ള സംഭവം ഉണ്ടെന്നാണ് ഞാൻ കേട്ടത്. ഇതൊരു ഹെറിറ്റേജ് പാർക്കാണ്. എനിക്ക് തോന്നുന്നത് ട്രസ്റ്റിൻ്റെ ആണോ അതോ ഇനി ഏതെങ്കിലും ഒരു ലൈക്ക് ഗവൺമെൻറ്റിൻ്റെ ആണോ എന്നെനിക്ക് അറിയത്തില്ല. പക്ഷേ ഈ സീൻ മരം എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. കൊള്ളാം, നല്ലൊരു നമ്മൾ ലൈറ്റ് ഗ്രീൻ കളറിൻ്റെ ആ ഒരു സ്പെഷ്യൽ റെപ്രസെൻറ്റേഷൻ അതന്നെ, ഇതും കൊള്ളാം. ഇതിവിടെയൊക്കെ കണ്ടിട്ടുണ്ട്. ആൻഡ് ഇതാണ് എൻ്റെ ഇത് കാണ്ട അവിടെ അടുത്തൊരു മരത്തിൽ കയറാൻ നോക്കുന്നു. ആൻഡ് ഇവിടെ ഇങ്ങനെ നോക്കിയിങ്ങനെ പോയി ഇങ്ങനെ നിങ്ങൾ നടന്നു പോകും. ആൾക്കാരിങ്ങനെ ഇതൊക്കെ വെച്ചുകൊണ്ടിരിക്കണം. അതാണ് ഇതിൻ്റെ മെയിൻ പരിപാടി. ഇവിടെ ഓരോ സംഭവങ്ങൾ ഇങ്ങനെ ഉണ്ട്. ആൻഡ് ദിസ് ഈസ് ദ മെയിൻ തിങ് ഹിയർ. ആൾക്കാർ കം ഹിയർ ടു ചിൽ ആൻഡ് റിലാക്സ് എന്നാണ് എനിക്ക് തോന്നുന്നത്. എൻ്റെ ഒരു ഇത് വെച്ചാൽ എനിക്ക് മനസ്സിലാക്കിയെടുത്തോളം നമ്മളെ കനകക്കുന്നില്ല കേസ് തിരുവനന്തപുരത്ത്, നമ്മളെ സ്വന്തം കനകക്കുന്ന്, അതിൻ്റെ ഒരു എൻ്റെ മുടി എത്ര വെച്ചാൽ സെറ്റാകുന്നില്ല കേസ്. ഇതൊന്ന് സെറ്റാക്കാനുള്ള സൊല്യൂഷൻ ആർക്കെങ്കിലും അറിയാമെങ്കിൽ, ഹെയർ ജെല്ലിൽ ഞാൻ നോക്കുന്നത് എന്തെങ്കിലും ഒരു സൊല്യൂഷൻ അറിയാമെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്യുക ഗൈസ്. ഈ മുടി ഒന്ന് സെറ്റാക്കാം. മുടി ഞാൻ വളർത്തുകയാണ്, ഇതുവരെ വളർത്താൻ നോക്കുന്നു. അപ്പം മൊത്തത്തിലൊരു കനകക്കുന്ന് വൈബ് തന്നെയാണ്. കനകക്കുന്നിൻ്റെ ഒരു സസ്ത വെർഷനല്ല, ഒരു ബാംഗ്ലൂർ വെർഷൻ. ആൻഡ് ഇറ്റ്സ് ഗുഡ്. ഇപ്പം തന്നെ സമയം 3:35 സമയം. അപ്പോൾ ഈ സമയത്ത് നമ്മളവിടെയൊക്കെ എന്ന് പറഞ്ഞാൽ ഒടുക്കത്തെ വെയിലായിരിക്കും. ഇവിടെ ഇറ്റ്സ് സോ പീസ്ഫുൾ. ഇവിടെയൊക്കെ വെയിലടിക്കുന്നുണ്ട്, ഇടയ്ക്കിടയ്ക്ക് മരം വിട്ടു പോകുന്നുണ്ട്. പക്ഷേ ഇവിടെ നമ്മൾ നോക്കുകയാണെങ്കിൽ എന്താ മരം ഇങ്ങനെ പോകണം. അപ്പോൾ ആ ഒരു ഇത് വളരെ അടിപൊളി ആയിട്ടാണ് എനിക്ക് തോന്നിയത്. ആൻഡ് ഞാൻ ഇനി കാണിച്ചു തരണമെന്ന് എനിക്ക് തോന്നുന്നില്ല. ഇനി മുന്നോട്ട് പോകുമ്പോൾ അതായത് മൊത്തത്തിൽ മരവും ചെടികളും തന്നെയാണ്. ഇങ്ങനെ ഓരോരുത്തർ പോകുമ്പം അതിൻ്റെ ഓരോ എന്താ പറയുക നമ്പർ ചെയ്തിയാണ്. ഇനി കാഴ്ചകളെല്ലാം ഞാൻ കാണിച്ചു തരാം ഗൈസ്. അതും കാണിച്ചിട്ടേ പോവും. ഞാൻ എല്ലാ കാഴ്ചകളും കാണിക്കുന്ന ഒരു റെസ്പോൺസിബിൾ വ്ളോഗറാണ്. ടു ബി ഹോണസ്റ്റ്, ബാംഗ്ലൂരിനെ ഒരുപാട് പ്രതീക്ഷകളാണ് വന്നത്. ആൻഡ് ഒരു പാർഷ്യലി തന്നെ ഈ സ്ഥലം ഈ സിറ്റി തന്നെ ഡിസപ്പോയിൻറ്റ് ചെയ്തിരിക്കുന്നു എന്നാണ് എനിക്ക് പറയാൻ. നമ്മൾ സിനിമയിലോ അല്ലെങ്കിൽ ഒരു മാധ്യമങ്ങളിലോ സോഷ്യൽ മീഡിയയിലോ ഇൻ്റർനെറ്റിലോ കാണുന്ന ഒരു സിറ്റി അല്ല ഇത്. അതിനല്ല എനിക്ക് പറയാനുള്ളതെന്ന് വെച്ചാൽ, ആസ് എ ട്രാവലർ നമ്മൾ ഒരിക്കലും ഇൻ്റർനെറ്റിലോ സോഷ്യൽ മീഡിയയിലോ ഒരു സിനിമയിലോ മൂവിയിലോ കാണുന്ന ഇതുപോലെ ആയിരിക്കില്ല ലോകത്തിലോ ഏതൊരു പട്ടണമോ ഇരിക്കുന്നത്. അത് പല മോഡിഫിക്കേഷനും വന്നിട്ടായിരിക്കാം. പക്ഷേ ഇത് എനിക്ക് ഇഷ്ടപ്പെടാത്ത കാര്യം പ്രത്യേകിച്ച് ഹൈജീൻ വലിയ രീതിക്കില്ല. പക്ഷേ അത് പോട്ടെ നോക്കിയാൽ, ബട്ട് ഇവിടെ ഭയങ്കര ബഹളമായിട്ടുള്ളൊരു എൻവയോൺമെൻറ്റും ഭയങ്കര ബിസി, അതെനിക്ക് അഡാപ്റ്റ് ചെയ്യാൻ പറ്റുന്നില്ല. പക്ഷേ ഇവിടെ നിന്ന് കബൺ പാർക്ക് ഇവിടെ എൻട്രി ഫീ ഒരു 200 ഏക്കർ കേസ് ചുമ്മാ തുറന്നിട്ടിരിക്കുകയാണ്. ആൻഡ് ഇറ്റ്സ് സോ പീസ്ഫുൾ. ആൻഡ് ഇനി ഞാൻ തിരിച്ച് ബാംഗ്ലൂർ വരണം എന്ന് എനിക്ക് തോന്നിക്കുന്ന ഒരേ ഒരു സാധനമേ ഉള്ളൂ, അത് ഈ കബൺ പാർക്കാണ്. എൻ്റെ മോനെ ഇവിടെ നിന്ന് കിട്ടുമ്പോൾ ഒരു വൈബ്. ഒരു ബുക്ക് എടുത്തുകൊണ്ട് വന്നിരുന്നെങ്കിൽ, എൻ്റെ സ്ക്രിപ്റ്റ് ബുക്ക് എടുത്തുകൊണ്ട് വന്നിരുന്നെങ്കിൽ ഞാനിപ്പോൾ ഒരു എന്താ പറയുക എൻ്റെ സ്ക്രിപ്റ്റ് വല്ല എഴുതി വെച്ചാണ്. കാരണം അത്ര പീസ്ഫുള്ളാണ്. ചെറിയ ചെറിയ ബഹളങ്ങളുള്ള ആൾക്കാർ അതിൻ്റെ കിളികളെന്നുണ്ട്
വളരെ നല്ലതാണ്, അടിപൊളി. ഇവിടെ നിന്ന് ഞാനൊരു മാംഗോ ബാർ അടിച്ച് ഒരു കുപ്പി വെള്ളം വാങ്ങിച്ചാണ്. പക്ഷേ എനിക്ക് ഭയങ്കര ചൂടല്ല, ചെറിയ ചൂടുണ്ട്. പക്ഷേ എന്താ പറയുക, ഇവിടെ 26 ഡിഗ്രിയാണ് ഞാൻ ലാസ്റ്റ് നോക്കിയപ്പോൾ ഉണ്ടായത് ചൂട്, ടെമ്പറേച്ചർ. ഞാൻ ചെറിയൊരു വെയിലാണ്, പക്ഷേ ചെറുതായിട്ട് തണുപ്പുമുണ്ട്. പക്ഷേ മെയിൻ പ്രോബ്ലം എന്ന് വെച്ചാൽ പെട്ടെന്ന് ഡീഹൈഡ്രേഷൻ ആവും. ഇവിടെ വന്നിട്ട് കുറേ കല്ലുകൾ പോലത്തെ സംഭവമുണ്ട്, പാറക്കെട്ട് പോലത്തെ. അവിടെ വന്ന് ഇരിക്കാമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. ഇത് വെച്ചുകൊണ്ടിരിക്കാം. അങ്ങനത്തെ ഒരുപാടുണ്ട്, വളർന്ന് പോയി നോക്കാം. ഇതാണ് ഞാൻ പറഞ്ഞ സംഭവം, പാറക്കെട്ട് പോലെ. സ്ട്രെയിറ്റ് കാണുന്ന സ്ഥലത്ത് അവിടെ പലതും ഉണ്ട്, അതൊന്നും നമ്മളെ മൈൻഡ് ചെയ്യണ്ട. നമ്മളെ കാര്യം നോക്കി നമ്മൾ പോവുക, അതാണ് ഡീസൻസി, എല്ലാവരുടെ അടുത്തുള്ള ഉപദേശം. അപ്പം ഇവിടെയാണ് ഞാൻ ഇരിക്കാൻ പോകണം. ഇവിടെ ഇരിക്കാം, ഇവിടെ കാല് വയ്ക്കാനുള്ള ലെഗ് റെസ്റ്റും ഉണ്ട്. ഇവിടെ ഇങ്ങനെ ഇരിക്കുകയാണ്. വളരെ പീസ്ഫുള്ളെന്ന് പറഞ്ഞാൽ വളരെ പീസ്ഫുൾ, ഒരു രക്ഷയില്ല എൻ്റെ മോനെ. ആൾക്കാരെ ബഹളമുണ്ട്, പിള്ളേരെ ഈ കളി ഇതൊക്കെ ഉണ്ട്. പക്ഷെ അതൊന്നും നമ്മളെ എന്നെ ഒരു രീതിക്കും ബാധിക്കുന്നില്ല. അടിപൊളി സ്ഥലം എന്ന് പറഞ്ഞാൽ അടിപൊളി സ്ഥലം. ബാംഗ്ലൂർ മെയിനായിട്ട് എനിക്ക് പറയാനുള്ളതെന്ന് വെച്ചാൽ ഇവിടെ ഒട്ടും ഹൈജീൻ ഇല്ല. സിറ്റീസ് ഓക്കെ, ബട്ട് നമ്മൾ കുറച്ചുകൂടെ ഇത്തിരി സ്ഥലത്തോട്ടൊക്കെ പോകുമ്പം റോഡിലിങ്ങനെ വേസ്റ്റ് ഇടാൻ നമ്മളെവിടെ ഉണ്ട്, കേരളത്തിലുണ്ട്. പക്ഷേ ഞാൻ മനസ്സിലാക്കിയെടുത്തോളം എനിക്കുണ്ടായിരുന്നത് ഒരു അക്കരെ പച്ചയാണ്. കേരളം കേരളം കഴിഞ്ഞാൽ വേറെ എന്തോ ഉള്ളൂ. എത്രയൊക്കെ കുറ്റം പറഞ്ഞാലും എന്തൊക്കെ അവിടെ പ്രശ്നമുണ്ടെന്ന് പറഞ്ഞാലും കേരളം വേറെ ലെവലാണ്. അത് നിങ്ങളത്തെ എനിക്ക് പറയാനുള്ളത് എൻ്റെ പ്രായത്തിലുള്ള യൂത്തിനടുത്താണ്. നമ്മൾ ഇന്ത്യയിൽ നിൽക്കുമ്പം അമേരിക്ക ഉള്ളതാണ്. അമേരിക്കയിൽ കഷ്ടപ്പെട്ട് എത്തുമ്പോൾ നമുക്ക് തോന്നും അയ്യോ നമ്മളെ ഇന്ത്യയിലെ നല്ലത്. പക്ഷേ അത് പലരുടെ മൈൻഡാണ്. ചിലർക്ക് ചിലപ്പം ഇന്ത്യ ഇഷ്ടപ്പെടും, അമേരിക്ക ഇഷ്ടപ്പെടും. പക്ഷേ ചുരുക്കി പറയുകയാണെങ്കിൽ എനിക്ക് പറ്റുന്നില്ല എന്നല്ല, എനിക്കിത് കേരളം വളരെ ഇഷ്ടപ്പെട്ടു. ഇപ്പം ഞാൻ കേരളം വളരെ നല്ലൊരു സ്ഥലമാണ്. ഇത് ഞാൻ പറഞ്ഞാൽ എൻ്റെ പോയിൻ്റ് ഇത്രയേ ഉള്ളൂ. ഈ അക്കരെ പച്ച എന്ന് പറയുന്ന സാധനം വളരെ ഡേഞ്ചറാണ്. ആ സിനിമയും ഒരുപാട് ബാംഗ്ലൂർ കണ്ടിട്ടുണ്ടോ, അത് ഇൻ്റർനെറ്റിലും കാണും. അതിലൊന്നും കാണുന്നതല്ല യഥാർത്ഥ ബാംഗ്ലൂർ. ഈ സ്ഥലം ഞാൻ ഇനി ഇവിടെ ബാംഗ്ലൂരിലോട്ട് വരുന്നുണ്ടെങ്കിൽ അത് തീർച്ചയായിട്ടും ഒറ്റ സ്ഥലം കാണാൻ വേണ്ടിയിട്ടായിരിക്കും, അത് കബേർഡ് പാർക്കാണ്. അപ്പം ഇനി മുന്നോട്ട് പോകാം. മുന്നോട്ട് എന്തൊക്കെ ഉണ്ടെന്ന് എനിക്ക് അറിയത്തില്ല. നമുക്ക് എന്തായാലും പോയി നോക്കാം. അങ്ങേറ്റം വരെ പോകണമെന്നാണ് എൻ്റെ ഒരു ആഗ്രഹം. പോയി നോക്കാം. സോ ഗൈസ്, ഇവിടെ മൊത്തത്തിൽ ഇങ്ങനെ തന്നെയാണ്. അതായത് എന്താ പറയുക, ചെടി, മരം, വളരെ പീസ്ഫുള്ളായിട്ടുള്ള ശാന്തമായിട്ടുള്ള സ്ഥലമാണ്. വേറെ പ്രത്യേകിച്ചൊന്നുമില്ല. ഇനി നമ്മൾ അധികം സ്ഥലത്തോട്ടൊന്നും പോകുന്നില്ല. ഇനി ഞാൻ മെയിനായിട്ട് പോകുന്നൊരു സ്ഥലം ആസ് എ പെട്രോൾ ഹെഡ് എന്ന നിലയ്ക്ക് ഞങ്ങൾ സ്ഥലത്തോട്ട് പോകുന്നുണ്ട്. പയാന കാർ മ്യൂസിയം എന്ന് പറഞ്ഞിട്ട് കാർ മ്യൂസിയം. അത് വന്നിട്ട് ബാംഗ്ലൂർ മൈസൂർ എക്സ്പ്രസ് വരെ എവിടെയാണ്. അവിടെ ഇന്ന് പോവില്ല, നാളെ പോവും. അപ്പം തൽക്കാലത്തേക്ക് ഇന്നത്തെ വ്ളോഗ് ഇന്നത്തെ ദിവസത്തെ വ്ളോഗ് ഞാൻ ഇവിടെ വെച്ച് അവസാനിപ്പിക്കുകയാണ്. ഇനി ഇവിടെ നിന്ന് എക്സിറ്റിലോട്ട് വേണം. ഒരുപാട് നടന്നു, ഭയങ്കര ക്ഷീണമാണ്, വെള്ളമൊന്നുമില്ല എൻ്റെ കയ്യിൽ. അപ്പം നേരെ അങ്ങ് പോകാം ഗൈസ്. സോ ഗൈസ്, വ്ളോഗ് അവിടെ വെച്ച് എന്ത് ചെയ്യുന്നു പറഞ്ഞു. പക്ഷേ ഞാൻ ഇവിടെ കബേർഡ് പാർക്കിൽ നിന്ന് വന്നിട്ട് ഞങ്ങളുടെ ഇവിടെ ഹോട്ടലിൻ്റെ മെജസ്റ്റിക്കിലാണ് സ്റ്റേ ചെയ്യുന്നത്. ഹോട്ടലിൽ അതിൻ്റെ അടുത്ത് ഒരു KFC ഉണ്ട്. അപ്പോൾ ഇന്നലെ രാത്രി ഇവിടെ വന്ന് ഇറങ്ങിയപ്പം തൊട്ട് എനിക്കിത് കേരളം അവിടെ വരണം എന്നുള്ളത്. അപ്പം ഒരിതുണ്ടായിരുന്നു. അപ്പം ഞാൻ ഇവിടെ വന്ന് ഒരു ബർഗറും മറ്റേ ക്രഷർ ലൈം സോഡ അതും ഓർഡർ ചെയ്തിട്ടുണ്ട്. അതിന് വേണ്ടി വെയിറ്റ് ചെയ്തിരിക്കുന്നു. 3 മിനിറ്റാണ് പറയുന്നത്. കുഴപ്പമില്ല, അത്യാവശ്യം അത്യാവശ്യം വൈബിളുള്ള KFC ആണ്. പക്ഷേ തീരെ ചെറുതാണ്, അത്ര വലുതൊന്നുമില്ല. 3 മിനിറ്റ് വെയിറ്റ് ചെയ്ത് ഫുഡ് കാണിച്ചു തരാം. അത് എൻ്റെ അവിടെ വെച്ച് ഞാൻ വ്ളോഗ് ചെയ്യും. എന്നുവെച്ചാൽ അടുത്ത ദിവസത്തെ കാര്യങ്ങളായിരിക്കും കാണുന്നത്. നമ്മൾ ആ ഫുഡ് വന്നു, സിംഗർ ബർഗർ.
പിന്നെ ക്രഷർ ഇത് ബേസിക് 7-Up ഒരു ലെമൺ സോഡ എടുത്ത് സംഭവം ഞാൻ കഴിക്കാം. അപ്പോൾ ഗൈസ് നാളെ കാണാം. അപ്പോൾ ഗൈസ് ഗുഡ് മോർണിംഗ്. നമ്മൾ പയന മ്യൂസിയത്തിൽ എത്തിയിരിക്കുകയാണ്, കാർ മ്യൂസിയം. അത് ഷൂട്ട് ചെയ്യാൻ പറ്റുമെന്നാണുള്ളത്. നോക്കുകയാണെങ്കിൽ പറ്റുകയാണെങ്കിൽ ഞാൻ ഷൂട്ട് ചെയ്തെല്ലാം കാണിച്ചു തരാം. അപ്പോൾ ഓക്കെ ഗൈസ്. ഇവിടെ കയറുന്നതിന് മുമ്പേ ഫുഡ് കഴിക്കാൻ കയറി. ഇവിടെ തന്നെ ഒരു റെസ്റ്റോറൻ്റ് ഉണ്ട്. ഇവിടെ ഞാൻ കാണിച്ചു ഇതാണ് നമുക്ക് കാണിച്ചു തരാം. ഈ പൊടി തട്ടയിഡ്ലി എന്ന് വെച്ചാൽ ഈ വട്ടത്തിൽ ഇങ്ങനെ വലുതായിട്ടിരിക്കുന്ന അതാണ് തട്ടയിഡ്ലി. അത് ഇവിടെ മ്യൂസിയം ഉണ്ട്, ആ ടയർ പോലത്തെ സംഭവമല്ലേ, അതാണ് പയന കാർ മ്യൂസിയം. അപ്പോൾ ഞാൻ കഴിച്ചിട്ട് അത് അയച്ചാൽ നമുക്ക് കാണാം. എൻ്റെ മണി ഗൈസ് പഞ്ഞി പോലത്തെ ഇഡലി എന്നൊക്കെ കേട്ടിട്ടേ ഉള്ളൂ. ഇപ്പം അത് കഴിച്ച് ഞാൻ ജസ്റ്റ് ഒന്ന് ചെറുതായിട്ടൊന്ന് ടെസ്റ്റ് ചെയ്ത് വന്നപ്പം പൂ കയറി വരുന്ന പോലെ ഇഡലിയായിരുന്നു. ക്രേസി ഗൈസ്. ഇവിടെ മൊത്തം എന്ന് പറഞ്ഞാൽ ഇതൊരു ഒന്നൊന്നര കോംപ്ലക്സാണ്. ഈ സംഭവം തന്നെ ഇവിടെ നിന്ന് കാണുമ്പോൾ ഈ വീഡിയോ കാണുമ്പോൾ എങ്ങനെയാണെന്ന് എനിക്കറിഞ്ഞൂടാ, പക്ഷേ ഇത് നല്ല പൊക്കമുള്ളൊരു സ്ട്രക്ചറാണ് ഗൈസ്. ഇവിടെ നിന്നാണ് നമ്മൾ കഴിച്ച കഫറ്റേരിയ. ഇവിടെ വാഷ്റൂമാണ്. ഞാൻ ഇവിടെ വാഷ്റൂമിൽ വന്നത്. അപ്പോൾ ഇവിടെ നിന്ന് ഇനി ഫുഡ് കഴിച്ചു, ഇനി ഇങ്ങോട്ട് കയറണം. അപ്പോൾ ടിക്കറ്റ് ഞാൻ നെറ്റിൽ നോക്കിയാൽ 50 രൂപയാണ്. അപ്പോൾ വ്ളോഗ് എടുക്കുക എങ്ങനെയാണെന്ന് എനിക്കറിയത്തില്ല, അതൊന്ന് നോക്കണം. എന്തായാലും വ്ളോഗ് എടുക്കണം എന്നാണ് എൻ്റെ ആഗ്രഹം. നടക്കുമെന്ന് നോക്കാം. പക്ഷേ ഇഡലി ഗൈസ്, നിങ്ങൾ ഇവിടെ വരികയാണെങ്കിൽ ഇത് ബാംഗ്ലൂർ മൈസൂർ എക്സ്പ്രസ് വേയിലാണ് ഈ സ്ഥലം, പയന കാർ മ്യൂസിയം. അപ്പോൾ ഇവിടെ വരികയാണെങ്കിൽ ഇവിടുത്തെ കഫേറ്റേരിയ കയറിയിട്ട് ഇവിടുത്തെ ഗീ പൊടി തട്ടയിടലി കഴിക്കണം ഗൈസ്. വേറെ ലെവൽ സാധനമാണ്. അപ്പോൾ ഗൈസ് നമുക്കിനി അകത്ത് പോയിട്ട് കാണാം. അകത്തേറി ഇനി കാഴ്ച കാണിച്ചു തരാം. പ്രീമിയർ പത്മിനിയാണ് തോന്നുന്നു. പ്രീമിയർ പത്മിനി ഇത് വന്നിട്ട് ഡയാമിനർ D36 റീബോൺ. ഇത് പത്മിനിയല്ല, പ്രീമിയർ പത്മിനിയല്ല, എനിക്ക് മാറിപ്പോയി. അകത്ത് പറ്റിയാണ്. ഓക്കെ, ഇവിടെ മറ്റേ എവല്യൂഷൻ ഓഫ് വീൽസ് എന്ന് പറഞ്ഞ് വീൽസിൻ്റെ മറ്റേ കാളവണ്ടിയോ കുതിരവണ്ടിയോ അതിൻ്റെയൊക്കെ ഇത്. ആൻഡ് ഇവിടെ വന്നിട്ട് നമ്മളെ പാർട്സ് ഉണ്ട് ഗൈസ്. പാർട്സ് വന്നിട്ട് കാർബറേറ്റർ, ഇത് SU കാർബറേറ്റർ, ഇത് ഡൈനാമോ, മറ്റേ സൈക്കിളിലൊക്കെ ഉള്ള ടെർബോ ചാർജർ. എനിക്ക് പെട്രോൾ ഹെഡ് ഭയങ്കര അൾട്ടർനേറ്റ് റഷ്. ഇത് ഫ്യൂവൽ പമ്പ്, അത് നമ്മുടെ സ്റ്റിയറിംഗ് ഗിയർ ബോക്സ്. ആൻഡ് ഇത് വന്നിട്ട് എനിക്കൊന്നു ഒരു പഴയ കാറിൻ്റെ ക്രോസ് സെക്ഷനാണ്. ഓസ്റ്റിൻ / ഹാർലി അതിൻ്റെ ഒരു സംഭവമാണ്. എൻ്റെ മന താഴോട്ട് ഞാൻ കാണിച്ചു തരാം, ഒരുപാടുണ്ട്. ആൻഡ് ദിസ് ഈസ് എ 4-stroke പെട്രോൾ എൻജിൻ. അതാണ് ഇവിടുത്തെ എൻജിൻസ് അങ്ങനത്തെ ഇതാണ്. ഇനി നമുക്ക് കാർസ്, നമ്മളെ മെയിൻ പരിപാടി കാർസിലോട്ടോ എൻജിൻ കാണാനല്ലോ നമ്മൾ വന്നത്. ആൻഡ് ഇവിടെ ഫുൾ വിൻറ്റേജ് കാർസാണ് ഉള്ളത്. താഴോട്ട് എൻ്റെ മോനെ ഇവിടെ നിന്ന് ഞാൻ കാണുക എനിക്ക് ഒരുമാതിരി അഡ്രിനൽ റഷ് പറയുന്നത് ഗൈസ്. താഴോട്ട് കുറേ കിട്ടുന്ന കാറുകൾ ഇരിപ്പുണ്ട്, ഞാൻ കാണിച്ചു തരാം. ഇത് ഫിയറ്റാണ്, ഫിയറ്റ് 501. നല്ല ഫിയറ്റിൻ്റെ ഒരു ലുക്ക് ഉണ്ട് ഗൈസ്, അടിപൊളി. സംഭവം മനസ്സിലായി. ഇത് റോൾസ് റോയ്സ് ആണ് ഗൈസ്. ആൻഡ് ഇവിടെ ഏതൊരു കൊച്ചു ഭയങ്കര ബഹളം ഉണ്ടാകുന്നത് ശരിപ്പെട്ട്. അത് നിങ്ങൾ മെയിനില്ല, ഞാൻ വ്ളോഗ് ചെയ്യും. ഐ വിൽ കണ്ടിന്യൂ വ്ളോഗിങ്. ഇവിടെ മറ്റേ റോൾസ് റോയ്സിൻ്റെ ഹിസ്റ്ററി വെച്ചിട്ടാണ്. റോൾസ് റോയ്സ് സെലിബ്രേറ്റിംഗ് 100 years, 100 വർഷം മുമ്പുള്ള കാറാണ്. ആൻഡ് ഇവിടെ വന്നിട്ട് അതും ഫിയറ്റാണ് ഇത്. ആൻഡ് ഇത് സ്റ്റഡ്വേക്കർ പ്രസിഡൻറ്റ് സീനില്ല കാർ, പക്ഷേ ഇതൊക്കെ എത്രത്തോളം മൈലേജ് ഉണ്ടായിരുന്നു. ഇത് ഓസ്റ്റിൻ അത്. ആൻഡ് ഗൈസ് ഇത് ഫോർഡ് പ്രീഫെക്റ്റ്. ആൻഡ് ഇത് മോറിസാണ്, നമ്മളെ മോറിസ് ഗാരേജിലെ MG അത് തന്നെയാണ് ഗൈസ് ആ സംഭവം. ആൻഡ് അവിടെ ഒരു മോഡലുണ്ട്. എൻ്റെ മോനെ താഴോട്ട് പുറക്കുള്ള കാറുകളുണ്ട് ഗൈസ്. ആൻഡ് ഇത് ഹഡ്സൺ നമ്മുടെ കാർ സിനിമയിൽ സെറ്റ് സാധനം. അതിൻ്റെ ഒരു ഡിസൈൻ അല്ല, കർവേച്ചർ ഗൈസ്. ആൻഡ് ഇത് ഫ്രേസർ. ഇതെല്ലാം വിൻറ്റേജ് ആണ്, പക്ഷെ ഞാൻ ഏറ്റവും കൂടുതൽ എക്സൈറ്റഡ് താഴെ പോകാനാണ്. ഇവിടെ ബൈക്ക് അത് കൊള്ളാം. അത് നമ്മൾ മറ്റേ വേറെ എന്തോ ഒരു സംഭവത്തിൽ ഞാൻ കണ്ടിട്ടുണ്ട്, ആ ഒരു ഫീലാണ്. ആൻഡ് ഇത് ഒപ്പലാണ്. ഒപ്പൽ ഇപ്പോൾ ഉണ്ടാകുന്ന പക്ഷേ കിട്ടില്ല
സാധനമാണ്. ഇവിടെ എൻ്റെ ഡീറ്റെയിൽസ് കൊടുത്തിട്ടുണ്ട്. ഡയമലർ 9014 4 സ്പീഡ് ട്രാൻസ്മിഷനാണ്. ഗിയർ ഹോഴ്സ് പവർ മാക്സിമം സ്പീഡ് 137. ഡയമലറാണ് സെയിം സാധനം. ഇവിടെ കുറച്ച് ബൈക്സ്. ഇത് എന്തോ രാജാവ് കൊണ്ട് ഉപയോഗിച്ച വണ്ടിയാണ്. ഇനി ഇവിടെ നിന്ന് ഇങ്ങോട്ട് വേണമെങ്കിൽ ബൈക്കാണ്. ജാവ, യമഹ, അത് മറ്റേ RS100. അന്നത്ര പഴയതല്ല. ബുള്ളറ്റുണ്ട്. ബുള്ളറ്റ് പോലത്തെ കുറേ വണ്ടികളുണ്ട്. കുറേ ബൈക്കുകളുണ്ട്. ബൈക്കുകളല്ല എൻ്റെ പ്രാന്ത്, കാറാണ് എൻ്റെ ഒരു വീക്ക്നെസ്. ഇവിടെ മാപ്പ് സിട്രോൺ, നമ്മുടെ സിട്രോൺ ഇല്ലേ മറ്റേ എയർക്രോസ്, അതിൻ്റെ ആ വണ്ടി. ട്രാക്ഷൻ 11 CV. ഇതാണ് ഇതിൻ്റെ ഡീറ്റെയിൽസ്. ഞാൻ എല്ലാത്തിൻ്റെയും കാണിക്കുന്നില്ല, കാരണം എല്ലാത്തിൻ്റെയും കാണിച്ച ഭയങ്കര ലോങ് ആയിപ്പോവും. ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം. ഇത് ഹിൽമാൻ മാക്സ്. എല്ലാത്തിനും ഗൈസ് ഇതേപോലെ ഡീറ്റെയിൽസ് കൊടുത്തിട്ടില്ല. സ്പെഷ്യൽ ക്ലാസ്സിനെ കൊടുത്തിട്ടുള്ളൂ. ഇത് എവിടെ ഉണ്ട് ചെറുതായിട്ട് ഇതിലുണ്ട്. ഇത് ഓസ്റ്റിനാണ് നേരത്തെ കണ്ട. ഇത് ഹിന്ദുസ്ഥാൻ 14, നമ്മുടെ അംബാസഡറിൻ്റെയൊക്കെ ഒരു പഴയകാല മോഡൽ ആണ് പറയാൻ. ഇത് മറ്റേ ലാൻഡ് മാസ്റ്റർ അംബാസഡറാണ്. ഇത് മറ്റേ ലൂസിഫറിലൊക്കെ Mark 1. ലൂസിഫറിലും നമ്മളെ തുടരുമിൽ വന്ന അതേ സെയിം സാധനം ഹിന്ദുസ്ഥാൻ അംബാസഡർ Mark 1. അത് ഇതിൻ്റെ ഗിയർ എന്ന് പറഞ്ഞാൽ സ്റ്റിയറിംഗ് വീലിൻ്റെ അടുത്ത് ഒരു സ്റ്റിക്കാണ്, അങ്ങനെയാണ്. അത് റെനോൾട്ടാണ് വണ്ടി. ഇതൊരു ലുക്കാണ്, ഫ്രഞ്ച് വണ്ടിയാണ്. ബോഡി ടൈപ്സൊക്കെ കൊടുത്തിട്ടുണ്ട് അവിടെ. ഇതിൻ്റെ മണി ഇനിയാണ് ശരിക്കുള്ള കാർ തുടങ്ങുന്നത്. ഇത് ഷെവർലെറ്റാണ്, ഷെവർലെറ്റ് ബെൽ എയർ. എൻ്റെ മണി സീൻ സാധനം, ഒരു രക്ഷയില്ല. ഞാൻ ഇതിൻ്റെ ഒരു ഫോട്ടോ എടുക്കാം. ഗൈസ് ഇതൊരു ഉള്ള വണ്ടിയാണ്. ഇത് വന്നിട്ട് സ്റ്റണ്ട് ബേക്കർ ചാമ്പ്യൻ റീഗൽ. ഇത് വന്നിട്ട് അമേരിക്കൻ വണ്ടിയാണ്. ഇത് മറ്റേ കേസ് ഇത് സ്റ്റേഷൻ വാഗണാണ്. സ്റ്റേഷൻ വാഗൺ അറിഞ്ഞോളത്തെന്ന് പറഞ്ഞാൽ അതൊരു ടൈപ്പ് ബോഡി ടൈപ്പാണ്. അതായത് ഒരു MBV പോലത്തെ സംഭവമാണ്. പ്യൂഗോട്ട് ഇവിടെ ഉണ്ട് 404. ദിസ് ഈസ് ഓൾസോ മെയ്ഡ് ഇൻ ഫ്രാൻസ്. അടിപൊളിയാണ്. അവിടെ അങ്ങ് അറ്റത്ത് ഒറ്റയ്ക്കൊരു വണ്ടി ഇപ്പോൾ ഉണ്ട്. ഇത് വന്നിട്ട് സ്കോഡയാണ്. 1937 സ്കോഡ പോപ്പുലർ 420 റോഡ്സ്റ്റർ 4 സിലിണ്ടർ ഇൻലൈൻ 3 സ്പീഡ് മാനുവൽ. അതാണ് അതിൻ്റെ ഒരു ഇത്. ഇത് ഞാൻ വ്ളോഗ് എടുക്കുന്നതിൻ്റെ എനിക്ക് ഇഷ്ടപ്പെടുന്ന കാറിൻ്റെ ഫോട്ടോ എടുത്ത് പോവുകയാണ് ഗൈസ്. ഇവിടെ കിടക്കുന്ന മുതൽ ഏതാണെന്ന് മനസ്സിലായി. ഷെവർലെറ്റ് ഇംപാല. ഇത് വന്നിട്ട് നമ്മൾ മറ്റേ എനിക്കൊന്ന് നമ്മുടെ സ്പൈഡർമാനിലെ അങ്കിൾ ബെന്നിൻ്റെ കാർ ഇതാണോ? ഇതല്ല ഇതുപോലെ നല്ല ഡോൺസൊക്കെ ഉപയോഗിക്കുന്ന ഒരു ടൈപ്പ് വണ്ടിയാണ് ഷെവർലെറ്റ് ഇംപാല. അടിപൊളി സാധനം. ഇവിടെ ഹിൽമാൻ ഹണ്ടർ. ഇതൊന്നും അത്ര എനിക്ക് പരിചയമല്ല. ഇത് കൊള്ളാം, പക്ഷേ ആ ബോഡി ടൈപ്പ് എനിക്ക് ഇഷ്ടമായിട്ട്. ഇത് ഒപ്പൽ ലോഗോ ഉണ്ടല്ലോ, അറിയാം. ഒപ്പലാണ്. അതിൻ്റെ ഒരു ഫോട്ടോ കിടിലമായിട്ടുള്ള വണ്ടി. ഗൈസ് ഇനിയാണ് ഞാൻ പറഞ്ഞ കിടിലം സംഭവങ്ങൾ, സാധനങ്ങൾ എല്ലാം തുടങ്ങുന്നത്. ഇത്തിരി കൂടെ മോഡേണായിട്ടോ കുറച്ചുകൂടെ കാർസ്. ഇപ്പം കണ്ടത് ഇത് മൊത്തം വിൻറ്റേജ് അല്ലേ. അത് കഴിഞ്ഞ് കുറച്ചുകൂടെ താഴോട്ട് പോയ എൻ്റെ മോനെ ഈ ഒരു പടി ഇറങ്ങണം. ഇതൊരു ഓൾറെഡി ഇതിൻ്റെ ഒരു അഡ്രിനാലിൻ റഷിലിരിക്കുകയാണ്. അതിൻ്റെ കൂടെ ഈ വളയം ഈ സ്പൈറൽ പടി ഇറങ്ങി പോകുമ്പം ചിലപ്പം കുലുക്കമുണ്ടാവും ഗൈസ്. കാരണം അത് അങ്ങനത്തെ ഒരു പടിയാണ്. ഇരിക്കുന്ന സാധനങ്ങൾ കണ്ടു ഗൈസ്. ഇത് കറങ്ങി പോകണം. 75 രൂപയ്ക്ക് ഒരു ടിക്കറ്റ് 75 രൂപയാണ് ഗൈസ്. അത് വന്നിട്ട് 75 രൂപയ്ക്ക് ടിക്കറ്റിന് വൻ ലാഭമാണ്. ഞാൻ വിചാരിച്ച് വ്ളോഗ് ചെയ്യാൻ പറ്റില്ല, പക്ഷേ ക്യാമറ കൊണ്ടുവന്ന സീൻ ഈ ഫോൺ ക്യാമറ, എൻ്റെ ഐഫോൺ അതിൽ ചെയ്യാം. നോ പ്രോബ്ലം, ഇഷ്യൂസ് ഒന്നും ഇല്ലെന്നാണ് പറഞ്ഞത്. അപ്പം കാണിച്ചു തരാം ഗൈസ്. എൻ്റെ മുമ്പിൽ നിൽക്കുന്ന സാധനം കാണിച്ച് എനിക്ക് എൻ്റെ ഒരു മാസം എത്തോലെ. അപ്പം കാണിച്ചു തരാം, എല്ലാം കാണിച്ചു തരാം, വെയിറ്റ് ചെയ്യും. ഗൈസ് ഇവിടെ മൊത്തം സ്കൂട്ടേഴ്സാണ്.
സ്കൂട്ടേഴ്സ് വന്നിട്ട് ഇവിടെ ചെറിയ പിള്ളേരൊക്കെ ബഹളമുണ്ട്. ആൻഡ് യാ ദിസ് ഇസ് എ മിലിറ്ററി ട്രക്ക് 1981 മോഡൽ ക്രാസ് എന്നാണ് ബ്രാൻഡിൻ്റെ പേര്. ആൻഡ് യാ ഇതൊക്കെ മിലിറ്ററി വെഹിക്കിൾസാണ്, ഷെവർലെറ്റിൻ്റെ സാധനമാണ്. ഓ ഇതേപോലെ ഒരു പിക്ക് എടുക്കാം. ഈ സൈഡ് മൊത്തം മിലിറ്ററി വെഹിക്കിൾസാണ്. ആദ്യം ഇവിടെ കുറച്ച് ബൈക്സ് ഉണ്ട്, മറ്റേ ഹോണ്ടയുടെ, അതൊക്കെ കാണിച്ചു തരാം. ആൻഡ് ഇവിടെ നമ്മൾ അണ്ണ ഇരിക്കുകയാണ്. വില്ലീസ് അമേരിക്കൻ മേഡ്, പക്ഷേ ഇതൊക്കെ ഇന്ത്യൻ രജിസ്ട്രേഷനാണ്. ഇവിടെ നിന്ന് ആദ്യത്തെ മേടിച്ചാണ് ഈ മൊത്തം വണ്ടി ഇവിടെ ആദ്യത്തേന് മേടിച്ചിട്ടാണ് ഈ മ്യൂസിയം തുടങ്ങിയത്. ആൻഡ് ഇത് മൊത്തം മിലിറ്ററി വെഹിക്കിൾസാണ്. എൻ്റെ മോനെ സീൻസാണ് സീൻ. ഇത് എൻ്റെ മോനെ ഇതൊരു മതി, ഇതൊരു ടാങ്കാണ്, ട്രക്കാണ്, വിശ്വസിക്കാൻ പറ്റില്ല. എൻ്റെ മോനെ സീൻ. ഇത് വന്നിട്ട് വില്ലീസിൻ്റെ പിക്കപ്പാണ്. വില്ലീസ് ഞാൻ ജീപ്പാണെന്നാണ് വിചാരിച്ചത്. ആൻഡ് ഇതൊക്കെ വന്ന് ഞാൻ കാണിച്ചുതരാം. എന്തായാലും ഇതിൽ വന്നില്ല, ഇതൊക്കെ ടാറ്റയുടെയാണ്, എന്നാലും കാണിച്ചുതരാം. ഫോർഡിൻ്റെ ട്രക്ക് നിങ്ങൾ കണ്ടിട്ടുണ്ടോ? ഇതാണ് ഫോർഡിൻ്റെ ട്രക്ക്, V8 എഞ്ചിൻ, V8 ഫ്രീക്കിങ് V8 എഞ്ചിനാണ് ഗൈസ്. എൻ്റെ വന്ന് ഇത് ടാറ്റ ട്രക്ക്. ആൻഡ് ഇനിയാണ് മക്കളെ സംഭവങ്ങളുടെ ചുരുളഴിയുന്നത്. 1983 ഡാറ്റ്സൺ ബ്ലൂബേർഡ്, പക്ഷെ അവിടെ നിസാൻ എന്നൊക്കെ എഴുതി എത്തിച്ചില്ല, എന്താണെന്ന് അറിഞ്ഞൂടാ. ആൻഡ് ഇത് ഡാറ്റ്സൺ ആണ്. കൊള്ളാം. ഒരു അന്നത്തെ കാലത്ത് ഒരു നീറ്റ് സൈഡാണ്. അന്ന് ഇന്നത്തെ ഒരു ഈ ക്ലാസ് ലെവൽ സാധനമാണെന്ന് തോന്നുന്നു, പക്ഷേ എത്ര ലക്ഷം ഉണ്ടെന്ന് അറിഞ്ഞൂടാ. ഇത് എനിക്കാണ് ഓണം വല്ലതായിരിക്കും അതിൻ്റെ ഫോട്ടോ. ഇത് മോറിസ് വുഡി എന്ന് പറഞ്ഞൊരു സാധനം. ഇത് അടിപൊളിയായിട്ടുണ്ട്. ഇത് ഇവിടെ ചുറ്റും കഴിഞ്ഞാൽ തടിയാണ് ഗൈസ്, തടിയിൽ തീർത്തൊരു സാധനം ഗൈസ്. ഈ സംഭവം മാത്രം മെറ്റലുള്ളതാണ് അതാണ്. ഇത് മൊത്തം തടിയാണ് ഗൈസ്. ഇത് ചെറിയ ഡിലേ ആണെന്ന് വെച്ചാൽ ഞാൻ ഇത് വന്നിട്ട് എനിക്ക് ഇഷ്ടപ്പെടുന്ന വണ്ടികളെ ഫോട്ടോ എടുത്താണ്. അപ്പോൾ ഇതൊരു ഫിയറ്റിൻ്റെ വണ്ടിയാണ്, ഫിയറ്റ് 1100 എലിഗൻറ്റ് സീൻ സാധനം. ആൻഡ് ഇത് ഫിയറ്റ്, ഇതും ഫിയറ്റാണ്. ആൻഡ് ഇനി അങ്ങോട്ട് എനിക്ക് കാണിക്കണം. ഫിയറ്റ്, ഇതും ഫിയറ്റാണ്. അത് നമ്മളെ പത്മിനി അല്ലേ ടാക്സി, ഫിയറ്റ് ഡിലൈറ്റ്, പ്രീമിയർ പത്മിനി. എൻ്റെ മോനെ ഇനിയാണ് ഞാൻ പറഞ്ഞ സാധനങ്ങൾ. മർക്ക് കിടക്കുന്ന കണ്ടോ? ഈ സംഭവം എനിക്ക് അറിയായിരുന്നു. ഇത് എനിക്ക് ഇതിൻ്റെ പേര് കൃത്യമായിട്ട് എനിക്ക് അറിയായിരുന്നു. ഈ സംഭവം നല്ല അറിയാം. ഇതിൻ്റെ ഒരു വൈറ്റും ബ്ലാക്കൊക്കെ ഞാൻ നേരത്തെ കണ്ടിട്ടുണ്ട്. ആൻഡ് ഇത് സംഭവം സീനാണ്. ഇതിൻ്റെ അകമൊക്കെ കാണണം. ലെതർ സീറ്റ് റീസ്റ്റോർ ചെയ്ത് കാണണം എന്ന് അറിഞ്ഞൂടാ. ഇവിടെ മർക്കാണ്, ഇതും മർക്കാണ്, ഇവിടെ ഒരു മർക്കുണ്ട്. ആൻഡ് ഇത് കുറച്ചുകൂടെ പുതിയ വണ്ടിയാണ്, 2008 E ക്ലാസ്. ആൻഡ് ഇവിടെ ഒരു BM ഉണ്ട്. എൻ്റെ ബെൻസ്, ഞാനൊരു മെർസിഡീസ് ബെൻസ് ഫാനാണ് ഗൈസ്. എന്നിട്ട് പോലും ഈ BMW ആണ് എൻ്റെ കണ്ണിൽ ആദ്യം വന്നത് ഗൈസ്. ഈ BMW ഇത് ഞാൻ ഇവിടെയാണ് മോൾ ഭാഗം. ഇവിടെ നിന്ന് കണ്ടപ്പോൾ എൻ്റെ കണ്ണ് കയറി. ഇത് E32 ആണ്, 7 സീരീസ് 1993 മോഡൽ. സീൻസാണ്, പക്കാ ക്ലീൻ സാധനം. 2025 കിട്ടിയ സാധനം ഗൈസ്. അതിൻ്റെ ഒരു ലൈറ്റൊക്കെ ഉണ്ട്. ആ കിഡ്നി ഗ്രില്ല് വേറെ വെറൈറ്റിയാണ്, എന്നാൽ പോലും ഇറ്റ്സ് സോ ഗുഡ് ഗൈസ്. ഇനി വലിയ വണ്ടികളൊന്നുമില്ല. ഇത് കൊറോളയാണ്. ആൻഡ് അത് ജാഗ്വാറാണോ? ഇത് ഞാൻ അവിടെ കണ്ടിട്ടുണ്ട്. ജാഗ്വാർ തന്നെ, ജാഗ്വാർ XT6. ബ്രോ സീൻ. ഇത് ഇവിടെ കർണാടക, ബാംഗ്ലൂരിൽ നിന്നല്ല, കർണാടകയിൽ തന്നെയുള്ളൊരു വണ്ടിയാണെന്ന് തോന്നുന്നു. വെൻ ഗൈസ് ഇത് കാണുമ്പോൾ ഭയങ്കര വിഷമമായിരുന്നുണ്ട്. ആസ് എ പെട്രോൾ വെൻ ജാഗ്വാർ വാസ് ലിറ്ററലി എ ജാഗ്വാർ. ഇപ്പം ഫുൾ ഇലക്ട്രിക് വണ്ടിയാണ്, അതൊന്നും പറയാനില്ല. എന്നാലും അടിപൊളി സാധനം. മുകളിൽ സൺറൂഫൊക്കെ ഉണ്ട്. ഇതൊരു BMW ആണ്, ജാഗ്വാർ ആണെന്ന് ആ ഗ്രില്ലൊക്കെ കാണുമ്പോൾ തോന്നും, പക്ഷേ ഇത് ജാഗ്വാറാണ്. അടിപൊളി സാധനം, യുണൈറ്റഡ് കിങ്ഡം. ആൻഡ് ഗൈസ് ഇവിടെ വന്നിട്ടൊരു ഓസ്റ്റിൻ ഞാൻ ആദ്യം ചെയ്യുന്നു. ഇവിടെ മസ്ഡ സീൻ, മസ്ഡ ലൂസ് സ്പെല്ലിംഗ് ആണുള്ള LUC ലൂക്ക് എന്നാണ് ഞാൻ പറയാം. അറിഞ്ഞൂടാ കൃത്യമായിട്ടുള്ള പ്രൊനൗൺസിയേഷൻ എനിക്ക് എത്ര ഇല്ലല്ലേ. മസ്ഡ കൊള്ളാം. ഇവിടെ കണ്ട ഇവിടെ പോകണോ അവിടെ പോകണം എവിടെ പോകണമെന്ന് ഒന്നും അറിഞ്ഞൂടാ. എല്ലാം മൊത്തത്തിൽ ഒരു മായാജാലം. സ്റ്റാൻഡേർഡ് 2000 ഇത് വണ്ടി സ്റ്റാൻഡേർഡാണ് ബ്രാൻഡ്. പക്ഷേ ഇരുത്തി തുരുമ്പൊക്കെ എടുത്തിട്ടുണ്ട്. പോരാ, വണ്ടി ഡിസൈൻ എത്ര ഇഷ്ടപ്പെട്ടില്ല. ബോണറ്റ് ഇങ്ങനെ വന്ന് നിർത്തി ലൈറ്റ് എത്ര പോരാ.
ഒരു ഫോട്ടോ ആണെങ്കിൽ എടുത്ത് വെച്ചേക്കാം. ആംബസിഡർ എനിക്ക് തോന്നുന്നു. ആംബസിഡർ വന്നിട്ട് ഇത് നേവി എയർഫോഴ്സ് ഉപയോഗിച്ചിരുന്ന വണ്ടിയാണ് ആംബസിഡർ. കോണ്ടസ് നമുക്കറിയാമല്ലോ, നമ്മുടെ ഇന്ത്യക്കാരുടെ സ്വന്തം മസിൽ കാർ. ആൻഡ് ഇവിടെ നിന്ന് നമ്മൾ നോക്കുകയാണെങ്കിൽ ഇവിടെ ഒരു കാറുണ്ട്. അതായത് ഈ കാറ് വന്നിട്ട് ഏത് കാറ് ഇവിടെ ഇത് ബെൻസാണ് ഗൈസ്. ബെൻസ് സീൻസാണ്. മോഡലൊന്നും അറിഞ്ഞോളാം, ഒന്നും കൊടുത്തിട്ടുമില്ല. അത് നോക്ക് ഗൈസ്, 3 സ്റ്റാർ. അടിപൊളി, ഒരു രക്ഷയില്ല. അടിപൊളി എന്ന് പറഞ്ഞാൽ അടിപൊളി. ഇത് മിക്കവാറും ഇതിൻ്റെ ഒരു ലെങ്ത് അനുസരിച്ച് ഞാൻ ഒരു സെപ്പറേറ്റ് വ്ളോഗായിട്ട് ഇറക്കും, ഈ പഴയ കാർ മ്യൂസിയം മാത്രം എന്നാണ് എനിക്ക് തോന്നുന്നത്. പക്ഷേ സീൻസാണ് ഗൈസ്, ഒരു രക്ഷയില്ല. ഇവിടെ വന്നത് ബാംഗ്ലൂരിൽ തന്നെ വൺ ഓഫ് ദ മോസ്റ്റ്, ബാംഗ്ലൂരിലെ മൈസൂർ കർണാടകയിൽ തന്നെ മോസ്റ്റ് ഓഫ് ദ കിള്ള സംഭവമാണിത്. ഇവിടെ കുറച്ച് നമ്മളെ വാനുണ്ട്, മെറ്റഡോറാണെന്ന് മാരുതി സുസുക്കി. ആൻഡ് അംബാസിഡർ. ആൻഡ് ഇവിടെ വന്നിട്ട് ഒരു ഇതാണ് അംബാസിഡറിൻ്റെ ക്രോസ് സെക്ഷൻ ആയിട്ട്. ഹിന്ദുസ്ഥാൻ അംബാസിഡർ Mark 4. അടിപൊളി വീട്ടിലായിട്ടുണ്ട്. ഇനി റെസ്പോൺസിബിൾ ബ്ലോഗർ പാക്ക്. ഇവിടെ എത്ര ഇനി കുറച്ച് ഇന്ത്യൻ കാർസൊക്കെ ഉള്ളു. ഇവിടെ JCB ഇല്ലേ, എക്സ്കവേറ്റർ, റെവ ഇലക്ട്രിക്, ചെറിയൊരു വണ്ടിയാണ്, ഇന്ത്യയിലെ ഇലക്ട്രിക് കാർ. ഫീൽഡ് ട്രാക്ടറാണ്, പക്ഷേ JCB വണ്ടിക്കുന്നു അറിഞ്ഞൂടാ. ആൻഡ് ഇവിടെ വന്നിട്ട് നമ്മൾ തീരാറായെന്ന് തോന്നുന്നു. ഇവിടെ വന്നിട്ട് അവിടെ ഒരു ടൊയോട്ടയുടെ വണ്ടി കിടപ്പുണ്ട്. അതെന്താണെന്ന് എനിക്കറിഞ്ഞൂടാ. അവിടെ നോക്കുന്നത് ലാൻസർ അല്ലേ, അത് ലാൻസർ ആവാനാണ് സാധ്യത. മിസ്തുബിഷി ലാൻസർ. അടിപൊളി സീൻ. ഇത് ഭയങ്കര ക്ലീൻ ആയിട്ടുള്ള വണ്ടിയാണ്, ഒരു പ്രശ്നമില്ല. ഇത് ടൊയോട്ട RAV4 ഓട്ടോമാറ്റിക്കാണ്. കൊള്ളാം. ഒരു ഇപ്പം നമ്മളെ പഴയ പ്രാഡോ ഇല്ലേ ഗൈസ്, അതിൻ്റെ ലുക്ക്. ആൻഡ് കൊള്ളാം. ഇനി ഇവിടെ നിന്ന് കാണിച്ചു തരാം ഒന്നില്ലേ. ആൻഡ് ഗൈസ് ഇവിടെ സൊനാട്ട ഗോൾഡ് ഒരു ഇതായിരുന്നു, എന്താ പറയുക, അതിൻ്റെ പേര് ലിമിറ്റഡ് എഡിഷൻ ആയിരുന്നു, റോവർ മൊണ്ടേഗോ. ഇത് ഇവിടെ ഇന്ത്യൻ കാർസൊക്കെ ഉള്ളൂ. അവിടെ ഒരു ഫാബിയ എട്ടിയാണെന്ന് പറയുന്നൊരു കോളസ്. ആൻഡ് മാരുതി 800 സെൻ. ആൻഡ് ഫിയറ്റ് ഊണോ അത്ര തന്നെ. അവിടെ മാരുതി 800 അവിടെ എക്സിറ്റായി അത്രയാണ്. സോ ഗൈസ്, അങ്ങനെ നമ്മൾ ബാംഗ്ലൂർ വന്നിട്ടുള്ള എല്ലാ സ്കെഡ്യൂൾ ചെയ്ത സ്ഥലങ്ങളും, ഒരു മിനിറ്റ് ലൈറ്റുകൾ തുടങ്ങി, സ്കെഡ്യൂൾ ചെയ്ത എല്ലാ സ്ഥലങ്ങളും കഴിഞ്ഞിരിക്കുകയാണ്. എല്ലാ സ്ഥലങ്ങളും കണ്ടു കഴിഞ്ഞു. അപ്പം നമ്മൾ ഇന്ന് റിട്ടേൺ പോകും തിരിച്ച് ട്രിവാൻഡ്രത്തേക്ക്. അപ്പം എന്താ പറയുക, ഈ വ്ളോഗ് ഇവിടെ എൻഡ് ചെയ്യാൻ സമയം. സോ ഈ വ്ളോഗ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഐ റിയലി എൻജോയ്ഡ് ഷൂട്ടിങ് ദിസ് വ്ളോഗ്. വളരെ എന്താ പറയുക, കുറേ നാൾക്ക് ശേഷമാണ് ഇത്രയും ലോങ് ലെങ്ത് ആയിട്ടുള്ള വ്ളോഗ് എടുക്കുന്നത്. വ്ളോഗ് ഉടനെ തന്നെ വരുന്നതായിരിക്കും. അപ്പോൾ ഗൈസ്, ഇത്രയൊക്കെയായിരുന്നു ഒരു വീഡിയോയിലൂടെ എനിക്ക് നിങ്ങളായിട്ട് പങ്കുവയ്ക്കാനുള്ളത്. സോ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. സോ ഗൈസ്, ടേക്ക് കെയർ, ബൈ. ദിസ് ഈസ് ആത്മചന്ദ്രൻ സൈനിങ് ഓഫ്.